ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടൊരു ലോങ് വീഡിയോ ആണ് ഗായ്സ്. ഇന്നെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 21 എടുത്ത വീഡിയോ ആണ് ഗായ്സ്. ഇത് ഇടാൻ കുറച്ച് ലേറ്റായി, എഡിറ്റ് ചെയ്യാനുള്ള മടിയുണ്ടായിരുന്നു. കാരണം ഓഗസ്റ്റ് 21 ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇതേപോലത്തെ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെയാണ് ഞാൻ ചേട്ടന് കൊടുത്തത്. ഞങ്ങൾ ഡേറ്റ് ചെയ്യുമ്പോൾ തൊട്ടുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മാഗസീൻ പോലെ ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തു. വേറൊന്നും എനിക്ക് മേടിക്കാൻ ഞങ്ങൾ വിശാഖപട്ടണത്തായിരുന്നപ്പോൾ അവിടുന്ന് പെട്ടെന്ന് വന്നതാണ്. ഈ ഒരു പ്ലാൻ മൈൻഡിൽ വെച്ചിട്ട് ആനിവേഴ്സറി ഇവിടെ ആഘോഷിക്കുക എന്നുള്ളൊരിതിൽ ഫസ്റ്റ് ആനിവേഴ്സറി ആയിട്ട് നാട്ടിൽ തന്നെ വീട്ടുകാരോട് ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ് ഗൈസ്. അതിനുശേഷം ഇത് ഞാൻ ചേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് എനിക്ക് റിബണൊക്കെ കിട്ടിത്തന്നു. അങ്ങനെ ഞാനത് കൊണ്ടുകൊടുത്തു. ചേട്ടനോട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ല, കാരണം ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല, ഒന്നും കൊടുക്കാൻ പ്ലാനില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ തന്നെ ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഇത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവളുമാർ ഡെക്കറേഷൻ പരിപാടിയിലോട്ട് കടന്നു. ആര്യയും കാവ്യമായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അഞ്ജുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അഞ്ജു എന്ന് പറഞ്ഞാൽ എൻ്റെ നാത്തൂനാണ് ഗൈസ്. അവരുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ തീം ബ്ലൂവും വൈറ്റും ഒരു തീമായിരുന്നു ചെയ്തിരുന്നത്. സംഭവം ഡെക്കറേഷൻ ഞാൻ ചുമ്മാ ജസ്റ്റ് നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ തന്നെ ചെയ്യണം, അത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവസാനം വരുമ്പോഴത്തേക്ക് ഇത് കിഡില്ല ആയിട്ടുണ്ട്. അവർ ചെയ്ത സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് അഞ്ജലി വന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ട്. പിന്നെ അവർ മൂന്നുപേരും കൂടെ ആയിരുന്നു ഗൈസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതേപോലെ അടിപ്പാടി ഉല്ലസിച്ച് നടക്കുമായിരുന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലായിരുന്നു. അവർ തന്നെ മെനക്കെട്ടിരുന്നെല്ലാം ചെയ്തു തരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ മതിയല്ലോ. ആക്ച്വലി ഇവളുമാർ വന്നിട്ടുണ്ടായിരുന്ന രാവിലെ ആയിരുന്നു, പക്ഷേ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം വൈകുന്നേരം ആയിരുന്നു ഗൈസ്. ഇത് ചെയ്യാൻ തുടങ്ങിയത് രാവിലെ ആയിരുന്നു ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ വൈകുന്നേരം 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ ചെയ്തെല്ലാം ഒതുക്കിയായിരുന്നു. അതിനുശേഷം എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫൈനൽ ഇങ്ങനെയാണ് ഇരുന്നത്. സംഭവം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടവർ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അരുണുമ്മ വിളിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അവൾ ബാംഗ്ലൂരാണ്, അപ്പോൾ അവൾക്ക് വരാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അവൾ വിളിച്ചിട്ട് എല്ലാം കാണിച്ചൊക്കെ കൊടുക്കുമായിരുന്നു അവളെ. അതിനായി ഞാൻ ഈ ഒരു ബ്ലൂ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കളറായിരുന്നത്, ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് നിന്ന് കുറച്ച് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. നല്ല ഭംഗിയില്ലേ ഗൈസ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാനായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞാൽ എനിക്ക് അവർ പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നെന്ന് പറയത്തില്ല, അതേപോലെ ആയിരുന്നു എനിക്ക്. പിന്നെ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ തന്നു. ആ ഗിഫ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. നല്ല അടിപൊളി ഗിഫ്റ്റായിരുന്നു ഗൈസ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഇടുന്നൊരു സാധനമായിരുന്നു. അപ്പോൾ അതിനകത്ത് കാണിക്കും. പിന്നീട് എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കിട്ടാനുള്ള സമയമൊക്കെയാണ്. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. എൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ഞാൻ വിചാരിച്ച പോലെ തന്നെ വീട്ടുകാരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. പൊറോട്ട ഉണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ എല്ലാവരുമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവൾമാരെല്ലാം ഇറങ്ങുവാണ് ഗൈസ്. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയായി. രാത്രി 9 മണി വരെയൊക്കെ അവരവിടെ നിന്നു. പിന്നെ ലേറ്റ് ആവുമെന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓടിച്ചു വിട്ടതാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ഗൈസ്.